CPIM-നെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബസ്സിൽ നിന്ന് ബാഗ് എടുത്തിറങ്ങിയാൽ കേരളത്തിൽ നോക്കൂലി മേടിക്കുമെന്ന് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ വിമർശിച്ചു. ഇത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം മുരടിപ്പിച്ചതും ബംഗാളിൽ വ്യവസായം ഇല്ലാതാക്കിയതെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. Today, Kerala's minister gives an interview in the papers saying Nokku Kuli is not there anymore in Kerala. Can I say what that Nokku Kuli was, sir? Nokku Kuli is a place where Nokku Kuli happens when workers are all sitting together looking if there can be some work. You and me or anybody going to Kerala get off the bus. From the bus, you have to remove your luggage. People are sitting on the ground. You will say, hey, please help me. Kitna dena hai? You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You will actually have to pay 50 plus another 50. You will ask why? The other 50 is Nokku coolie. What is Nokku in the Malayalam, sir? Nokku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching, and the person, actual coolie brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act itself, I need to get 50 rupees. That is Nokku coolie for you, sir. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാമെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ധനമന്ത്രിയെ കാണുന്നു ഗവർണറുടെ കൂടെ. അപ്പോൾ അതിനുശേഷം വലിയ വിമർശനമാണ് സഭയിലുണ്ടായത്. കാരണം ഇത് BJP-യും CPI-യും തമ്മിലുള്ളൊരു സഖ്യമാണ്. പക്ഷേ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ വലിയ വിമർശനമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് നോക്കുകൂലി. അത് കൃത്യമായ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി അത് രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി പറഞ്ഞത്? അത് എനിക്ക് തോന്നുന്നു മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കഴിഞ്ഞ ആഴ്ച വന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ CPIM-നെതിരെ കടുത്ത വിമർശനം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജ്യസഭയിൽ ആ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് MP വീണ്ടും ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തു. നിർമ്മല സീതാരാമനെ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മണിപ്പൂർ ബജറ്റുമായി ബന്ധപ്പെട്ട് ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിൽ CPIM-നെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഈ മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയുടെ നടപടിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്, ധനമന്ത്രിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചത് ബംഗാളിൽ നിന്നുള്ള CPM-ന്റെ രാജ്യസഭാ അംഗം വികാസ് രഞ്ജൻ ഭട്ടാചാര്യയാണ്. ഇതിന് മറുപടിയായാണ് താങ്കൾ CPIM അംഗമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ അതിരൂക്ഷമായി CPM-നെ വിമർശിച്ചത്. ബംഗാളിൽ CPM ഭരണത്തിലാണ് ഏറ്റവും രൂക്ഷമായ കലാപങ്ങൾ ഉണ്ടായത് എന്നും ത്രിപുര CPM ഭരണത്തിൽ ഒരുപാട് അനുഭവിച്ചു എന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചു. ഒപ്പമാണ് ദാരുണമായ വ്യാവസായിക നയങ്ങളെ തുടർന്ന് കേരളത്തിന് ഇതുവരെയും കരകയറാനായിട്ടില്ല എന്നുള്ള വിമർശനവും നിർമ്മല സീതാരാമൻ നടത്തിയത്. കേരളത്തിലെ നോക്കുകൂലി എന്നത് മലയാള പദം ഉപയോഗിച്ച് തന്നെയാണ് ധനമന്ത്രി വിമർശിച്ചത്. ഒരു ബസ്സിൻ്റെ മുകളിൽ നിന്നും ലഗേജ് എടുത്ത് തരുന്നതിന് ഇരട്ടി പണം നൽകേണ്ടി വരുന്നു കേരളത്തിൽ നിന്നും. പകുതി പണം നൽകുന്നത് അത് തരുന്ന ആൾക്കാണ് എങ്കിൽ മറ്റ് പകുതി നൽകേണ്ടി വരുന്നത് ഇത് നോക്കി നിൽക്കുന്ന CPM കേഡറിനാണ്, CPM കാർഡ് ഉടമയ്ക്കാണ്, അല്ലെങ്കിൽ CPM അംഗത്തിനാണ് എന്നുമാണ് ധനമന്ത്രി വിമർശിച്ചത്. ഇതിനിടെ CPI അംഗം P. സന്തോഷ് കുമാർ ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ 2 ദിവസം മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പോലും ഇപ്പോൾ കേരളത്തിൽ നോക്കുകൂലിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതിനർത്ഥം നേരത്തെ അത് ഉണ്ടായിരുന്നു എന്നല്ലേ എന്നാണ് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഈ പ്രസംഗത്തിന് ശേഷം ഈ CPM അംഗമല്ലേ എന്ന് സംശയിക്കുന്ന തരത്തിൽ ധനമന്ത്രി സംസാരിച്ചു എന്ന വിഷയം P. സന്തോഷ് കുമാർ വികാസ് രഞ്ജൻ ഭട്ടാചാര്യക്കെതിരെ അത്തരത്തിൽ സംസാരിച്ചു എന്ന വിഷയം P. സന്തോഷ് കുമാർ MP സഭയിൽ ഉന്നയിച്ചു. എന്തായാലും കൂടിക്കാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചക്കിടെയാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനം CPM-നെതിരെ ധനമന്ത്രി രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്.